കടകളിലുമൊക്കെ നിങ്ങളൊരു നേർച്ചപ്പെട്ടി സ്ഥാപിച്ചാൽ സിറാജുൽ ഹുദക്ക് ഒരു മാസത്തിൽ 65 ലക്ഷം റുപ്പിയോളം ചെലവിന് 1000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 700-ലധികം ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, കുറേയേറെ പള്ളികളുടെ കരണ്ടിന്റെ പൈസ അടക്കണം, കുറേ മദ്രസകളുടെ കരണ്ടിന്റെ പൈസ അടക്കണം. അങ്ങനെ തുടങ്ങി ഒരു മാസത്തിൽ 10-65 ലക്ഷം റുപ്പിയോളം ചെലവിന് വരുമാനങ്ങളൊന്നും ഇല്ല. നിങ്ങളെപ്പോലത്തെ മോമിനീങ്ങൾ നൽകുന്ന സംഭാവനകളും നേർച്ചകളുമാണ് അതിന്റെ വരുമാനം. അതിന് നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന് തുടക്കത്തിൽ ഞാൻ പറയാണ്. പേര് കൊടുത്ത് കൗണ്ടറിൽ പേര് കൊടുത്തു പെട്ടികൾ നിങ്ങളെല്ലാം വെക്കുകയും സഹകരിക്കുകയും വേണം. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഒരു മാസത്തിൽ 25 ലക്ഷം റുപ്പിയോളം നേർച്ചയായും സംഭാവനയായും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്ലാഹു ഇനിയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നേർച്ചയ്ക്ക് വലിയ ഫലങ്ങൾ അല്ലാഹു തആല ഇതുവരെയും തന്നിട്ടുണ്ട്. ഇന്നും എന്റെ കയ്യിൽ പലരും നേർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോൾ മാനൂരിലുള്ള മാക്കൂൽ പീടികയിലുള്ള അലിഹാരി അദ്ദേഹത്തിന്റെ വീട്ടിലും കടയിലുമൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവിടെ പോയി ദുആ ചെയ്തു. ഒരാളെ കാണിച്ചു തന്നു. ആ കാണിച്ച ആള് മൊയ്തു ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ മകൾ എയർപിന്ന് ഇങ്ങനെ അടിച്ചു പിടിച്ചു മുടി ചെയ്യുന്ന സമയത്ത് എയർപിന്ന് വിഴുങ്ങിപ്പിടിച്ചു. അത് ചെറുകുടലിൽ പോയി. ഡോക്ടർമാർ വലിയ പ്രയാസം പറഞ്ഞപ്പോ സിറാജുൽ ഹുദയിലേക്ക് ഒരു സംഖ്യ നേർച്ച ചെയ്തു. അൽഹംദുലില്ലാഹ് എയർപിന്ന് ചെറുകുടലിന് കേറി വന്ന് വായിലൂടെ എന്നിട്ട് പുറത്തു പോയി. അപ്പൊ അത് വലിയ അത്ഭുതമായി ഡോക്ടർ. അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ അല്ലാഹു തആല സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ പിരങ്ങാടി പുത്തൂർ ഭാഗവും മംഗലാപുരം ടൗൺ ഭാഗവും ഒക്കെ അബ്ദുൽ ഖാദർ മലപ്പുറം ആണ് റിസീവറായി നിശ്ചയിക്കപ്പെട്ടത്. അയ്യൂബ് മുഹമ്മദി BC റോഡ് മുടിപ്പു ഭാഗവും വണ്ടുവാൾ താലൂക്കിലെ പ്രദേശങ്ങളിലും വരുന്നുണ്ട്. ഇനിയും റിസീവർമാർ എത്താത്ത സ്ഥലങ്ങളിൽ റിസീവർമാരെ നിശ്ചയിക്കണമെന്നുണ്ട്. അതിനെ പറ്റിയ ആളുകൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അവരെ നിശ്ചയിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാം സഹായിക്കണം, സഹകരിക്കണം എന്നുണർത്തുന്നു. ഞാൻ വിഷയത്തിലേക്ക് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അഹങ്കാരിയാകാതിരിക്കാൻ, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ ഇല്ലാതിരിക്കാൻ, മനുഷ്യനെ സംസ്കരിക്കാൻ ധാരാളം ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിൽ ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെ ചിന്തിക്കുന്ന മനുഷ്യൻ വിനയാന്വിതനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ദൗർബല്യത്തെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി. അതിൽപ്പെട്ട പല ആയത്തുകളും അതിലൊന്നാണ് അല്ലാഹു ഒരു ധിക്കാരിയായ മനുഷ്യൻ, അബുൽ അസദൈനി എന്നാണ് അവന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ധാരാളം പണം ചെലവഴിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശല്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു, എന്നെ ആർക്ക് നേരിടാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് അവനും അവനെ പോലെയുള്ള അഹങ്കാരികൾക്കും മറുപടിയായി മനുഷ്യന്റെ ദൗർബല്യത്തെ സൂചിപ്പിച്ചു. അതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഞാൻ സത്യം ചെയ്യുന്നു ബിഹാദൽ ബലദ്, ഈ മഹത്തായ നാടായ മക്കത്തുൽ മുകറമയെ മുൻനിർത്തി സത്യം ചെയ്യുന്നു.
അല്ലാഹു തആല സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഓ നബിയേ, അവിടുന്ന് ഈ നാട്ടിൽ താമസിക്കുന്നവരായിരിക്കെ ഈ മഹത്തായ നാടിനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, മക്കത്തുൽ മുക്കറമയുടെ ബഹുമാനം ഞാൻ പറയേണ്ടതില്ലല്ലോ. ലോകത്തുള്ള എല്ലാ നാടുകളിലും വെച്ച് ഏറ്റവും ബഹുമാനമുള്ള സുരക്ഷിതമായ നാടാണത്. അവിടെ പറവകൾക്കും ജീവികൾക്കുമെല്ലാം സുരക്ഷിതത്വമാണ്. ആരും ആരെയും ശല്യം ചെയ്യാത്ത ഒരു നാട്, ഹറമാണല്ലോ. നിങ്ങൾക്ക് കാണാം, മക്കയിൽ ചെന്നാൽ എത്രയോ മാടപ്രാവുകളും പക്ഷികളും മനുഷ്യരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പറക്കുന്ന, ആരും ഒന്നും ചെയ്യൂല. എല്ലാവർക്കും നിർഭയമുള്ള നാട്. ഇരിക്കട്ടെ, ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒന്നാമത്തെ ഗേഹമായ, ഒന്നാമത്തെ ഭവനമായ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മക്കയെന്നും ബക്കയെന്നും പല പേരുകളുമുള്ള മക്ക. ആ മക്ക ശരീഫിൽ ആദ്യമായി മലക്കുകൾ മുഖേന നിർമ്മിക്കപ്പെട്ട വീടാണ് കഅബ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളെ കഅബ ശരീഫ് മലക്കുകൾ തവാഫ് ചെയ്യുന്നുണ്ട്. ആ മഹത്തായ കഅബ ശരീഫ് നിൽക്കുന്ന മഹത്തായ മക്ക, ആ മക്കയെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുന്നു. സത്യം ചെയ്ത് പറയാണ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ആ ആയത്തിൽ ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിലൊരു തഫ്സീറാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മറ്റൊരു തഫ്സീറാണ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഓ നബിയേ, ഇവിടെ മാടപ്പിറാവ് സുരക്ഷിതമായി ജീവിക്കുന്നു, മറ്റ് ജീവികളെല്ലാം സുരക്ഷിതമായി കഴിയുന്നു. മക്കയിൽ ആരെയും ശല്യം ചെയ്യരുതെന്ന നിയമം അബൂജഹലിനറിയാം, ഉത്ബത്തിനറിയാം, ശൈബത്തിനറിയാം. ഇവിടെയുള്ള മക്കാ മുശ്രിക്കുകളൊക്കെയും ഈ മക്ക ഹറമാണ്, ഇവിടെ പവിത്രമായ നാടാണ്, ഇവിടെ ആരെയും ഒന്നും ദ്രോഹിക്കാൻ പറ്റാത്ത നാടാണെന്നവർക്കൊക്കെ അറിയാമെങ്കിലും അവിടുന്ന് ജനിച്ച ഈ ജന്മനാട്, അവിടുത്തെ ഉപ്പാപ്പ നിർമ്മിച്ചിട്ടുള്ള പുനർനിർമ്മാണം നടത്തിയ കഅബ ശരീഫുള്ള നാട്, ഉപ്പാപ്പയുടെ പ്രാർത്ഥന കൊണ്ട് സർവ്വ പഴങ്ങളും സർവ്വ ഭക്ഷണങ്ങളും എത്തിച്ചേരുന്ന നാട്. ആ മഹത്തായ നാടിന് അഭിമാനമാണ് അവിടുന്ന് ഈ നാട്ടിൽ ജനിച്ചുവെന്നത്. പക്ഷേ വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത, വിവേകമില്ലാത്ത ഈ മുശ്രിക്കുകളുടെ ദൃഷ്ടിയിൽ വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ അവിടുന്ന് അനുവദനീയമാണ്. അഥവാ ശത്രുക്കളെ ദൃഷ്ടിയിൽ തങ്ങളെ ഇവിടുന്ന് എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന ധാരണയാണ്. അതുകൊണ്ടല്ലേ ഈ മക്കാ ശരീഫിൽ വെച്ച് നിസ്കരിക്കുന്ന സമയത്ത് അവിടുത്തെ കഴുത്തിൽ കുടൽമാല കൊണ്ടുവന്ന് വലിച്ചിട്ടില്ലേ, അവിടുത്തെ ദ്രോഹിച്ചില്ലേ, വിഷമിപ്പിച്ചില്ലേ. എന്തിനധികം പറയണം, നീണ്ട തുണിയെടുത്ത് കഴുത്തിൽ ചുറ്റിയിട്ട് 2 തലയും പിടിച്ചു വലിച്ച് കഴുത്ത് ഞെരിച്ച് അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ചില്ലേ. ഒരു മാടപ്പിറാവിനെ പോലും ദ്രോഹിക്കാൻ പാടില്ലാത്ത ഈ നാട്, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ മഹത്തായ നാട്ടിൽ അവരുടെ ദൃഷ്ടിയിൽ തങ്ങളെ എന്തും ചെയ്യാമെന്ന തോന്നലാണ്. അവിടുന്ന് അവർക്ക് അനുവദനീയമായ ചിന്തയിലാണ്. വേറെയും പല തഫ്സീറുകളും ഈ ആയത്തിനുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഖുർആൻ അങ്ങനെയല്ലേ, ലഹാ
معان كموج البحر في مددي وفوق جوهره في الحسن والقيم എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഇരുന്നോ നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം അടുത്തുള്ള ആളോട് പറയുന്നു, ഇരുന്ന ജോലിയാണെങ്കിൽ ഇടക്കിടക്ക് എഴുന്നേറ്റ് നിൽക്കണം, കഴിയെങ്കിൽ 2 വിട്ടിട്ട് നടത്തുകയും കൂടി ചെയ്താൽ നല്ലതാണ്. പിന്നെ അതിന്റെ ശേഷം ഞാൻ എല്ലാ വയതിലും ഇരിക്കുന്നവരെ ഇടക്കിടക്ക് എഴുന്നേൽപ്പിച്ച് നിർത്തലുണ്ട്. കാരണം നിങ്ങൾക്ക് പൂരവേദന വരണ്ട, നീര് താഴണ്ട, നിങ്ങൾക്കൊക്കെ ആരോഗ്യം കിട്ടണ്ടേ. കൂട്ടത്തിലൊന്ന് ഞാൻ ഇരിക്കുകയും കൂടി ചെയ്താൽ എന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിന് ധാരാളം മഅനകളാണല്ലോ. അതിനൊരു തഫ്സീറും 2 തഫ്സീറും കൊണ്ട് തീരുന്നില്ലല്ലോ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ആ സൂറത്ത് മാത്രം ഞാൻ 2 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ 1 മണിക്കൂറിലധികം പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാണ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ബാപ്പയെ തന്നെ സത്യം, കുട്ടിയെ തന്നെ സത്യം, അതേ ആദം നബി അലൈഹിസ്സലാമിനെ തന്നെ സത്യം, സന്താനങ്ങളെ തന്നെ സത്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തന്നെ സത്യം, ഇസ്മായിൽ നബിയെ തന്നെ സത്യം, അവരുടെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ സത്യം. ഇതൊക്കെയും അതിന്റെ തഫ്സീറുകളാണ്. വവാലിദിൻ വമാ വലദ്. അൽഹംദുലില്ലാഹ്, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ സുല്യക്കടുത്ത് ഒരു ദിവസം ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഞാൻ ആ പ്രസംഗത്തിൽ അതിനർത്ഥം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ആ കറുത്ത ഭംഗിയുള്ള പുണ്യകേശം, അവിടുത്തെ മുടി തന്നെയാണ് സത്യം എന്ന് ഞാൻ അതിനൊരർത്ഥം പറഞ്ഞിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ നാട്ടിലുള്ളപ്പോൾ ഒരാൾ ഫോൺ ചെയ്തു. വിളിച്ചിട്ട് അയാൾ ചോദിച്ചു, നിങ്ങളെന്തേ ഖുർആന് പുതിയ അർത്ഥം പറയാൻ കാരണം? അപ്പൊ ഇയാൾക്ക് ഇതാണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലായി. അതിന് വേറെയും പല തഫ്സീറുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രശോഭിതമായി ലോകത്ത് നിൽക്കുന്ന തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, തങ്കന്മാരുടെ ഉമ്മമാരും മക്കളുമായ ബീവിമാരെ തന്നെയാണ് സത്യം. അങ്ങനെയൊക്കെ പല തഫ്സീറുകളുമുണ്ട്. ഈ തഫ്സീർ, ഈ അർത്ഥം ഞാൻ പറഞ്ഞപ്പോ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്തേ ഇങ്ങനെ അർത്ഥം പറയാൻ കാരണം? ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അയാൾ പറഞ്ഞു, ഞാനൊരു കുക്കാണ്, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന കുക്കാണ്. അൽഹംദുലില്ലാഹ്, കുക്കിന്റെ പണി നല്ല പണിയാണ്. കാരണം നമ്മൾക്ക് കുക്കില്ലെങ്കിൽ പട്ടിണിയായി പോകും. കുക്കിന്റെ പണി നല്ല പണിയാണ്. നല്ല കുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല രുചിയുണ്ടാവും. അപ്പൊ കുക്കുമാരൊക്കെ നമുക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, അവരോട് നമുക്ക് കടപ്പാണ്. പക്ഷേ കുക്കിന്റെ വിവരം ഇല്ല ഏത് വിഷയത്തിൽ, ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയത്തിൽ. അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കുക്ക് ഒരു അരിയുടെ പേര് എഴുതി തന്നു. ഞാൻ ഏകദേശം 55 കൊല്ലത്തോളായി ഭക്ഷണം കഴിക്കുന്നത്. ഈ കുക്ക് എഴുതി തന്ന അരി ഞാൻ ഒരു വലിയ ടൗണിൽ ഒരു വലിയ പീടികയിൽ ആളെ പറഞ്ഞേച്ചു കൊണ്ടുവന്നപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ എഴുതി തന്ന അരി ഇതെല്ലാം. പിന്നെ ഞാൻ ചോദിച്ചു, അതെവിടെയാ കിട്ടുക? അത് ചൊക്ലിയിൽ കിട്ടി. അങ്ങനെ ചൊക്ലിയിൽ ആളയച്ചിട്ട് വാങ്ങിച്ചു കല്യാണത്തിന് എന്റെ മകന്റെ. അപ്പൊ കുക്കിന് അറിയുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതുപോലെ ചിലപ്പോൾ മുസ്ലിംമാര് തഫ്സീറൊക്കെ നോക്കിയിട്ടുണ്ടാവും, മുസ്ലിംമാർക്ക് അറിയുന്ന കുക്കിനും അറിയില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ അറിയാത്ത ഒരു തഫ്സീർ ഏതൊക്കെ ഒരു പണ്ഡിതൻ പറയുമ്പോഴേക്ക് ചോദ്യം ചെയ്യാൻ പോയിരുന്നു.
ഇരിക്കട്ടെ. വവാലിദിൻ വമാ വലദ്, വവാലിദിൻ വമാ വലദ്. ബാപ്പയെ തന്നെയാണ് സത്യം, കുട്ടിയെ തന്നെയാണ് സത്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് തഫ്സീറുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണെന്ന് തഫ്സീറുണ്ട്. അങ്ങനെ പല തഫ്സീറുകളുമുണ്ട്. ഏതായിരുന്നാലും സത്യം ചെയ്തുകൊണ്ടെന്ന് പറയാനോ വാലിദിൻ വമാ വലദ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഓ മനുഷ്യ, നീ ചിന്തിക്കണം, റബ്ബ് സത്യം ചെയ്ത് പറഞ്ഞ വിഷയം എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. നിശ്ചയമായും മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു ഫീ കബദ്, ക്ലേശത്തിലും ബുദ്ധിമുട്ടിലുമായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെന്നും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കും,